സ്വാദ പർവീൻ, തിരുവനന്തപുരം അഴീക്കോട് ക്രിസന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി. ഞാനിന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകമാണ് മനീഷ സെത്തിയുടെ കാഫ്കനാട്. ഭീകരവിരുദ്ധ വേട്ടയുടെ മറവിൽ ഇന്ത്യയിൽ നടക്കുന്ന ഭരണകൂട ഭീകരതയുടെ ഞെട്ടിക്കുന്ന പഠനം അനാവരണം ചെയ്യുന്ന പുസ്തകമാണ് മനീഷ സെത്തിയുടെ കാഫ്കനാട്. ഭീകരവാദവും ഭീകരതാ വേട്ടയും ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായമാണെന്ന്. മില്യൺ കണക്കിന് ഡോളറുകൾ മറിയുന്ന വ്യവസായം. 2001 സെപ്റ്റംബർ 11 ശേഷമാണ് ഈ വ്യവസായം ലോകവ്യാപകമായി പുഷ്ടിപ്പെട്ടത്. ഇന്ത്യയും ഈ വ്യവസായത്തിൽ ഒട്ടും പിറകിലല്ല. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടയിൽ ഭീകരതയെന്ന് വ്യവഹരിക്കപ്പെട്ട ചെറുതും വലുതുമായ 100ഓളം സ്ഫോടനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുകയുണ്ടായി. ഇവയിൽ പാർലമെന്റ് ആക്രമണം, മുംബൈ ഭീകരാക്രമണം തുടങ്ങിയ അപൂർവ ചില കേസുകളിലെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അതിൽ തന്നെ യഥാർത്ഥ പ്രതികളാണോ ശിക്ഷിക്കപ്പെട്ടെന്ന കാര്യം ഇപ്പോഴും അവ്യക്തമാണ്. ബാക്കിയുള്ള മിക്കവാറും സ്ഫോടനങ്ങളിലെല്ലാം യഥാർത്ഥ പ്രതികൾ കാണാമറയത്താവുകയും സർക്കാരിന്റെ ഭീകരവിരുദ്ധ വേട്ടയുടെ മറവിൽ നൂറുകണക്കിന് നിരപരാധികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും ജയിലറകളിൽ അടയ്ക്കപ്പെടുകയുമാണ് ഉണ്ടായത്. ടാഡ, പോട്ട, UAPA തുടങ്ങിയ കരിനിയമങ്ങളിലൂടെയാണ് ഈ നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്നത്. ഇവരിൽ ചിലരെങ്കിലും അടുത്ത കാലത്ത് കോടതികളിൽ നിന്ന് കുറ്റവിമുക്തി നേടി പുറത്തുവരികയുണ്ടായി. പക്ഷേ 5 വർഷം മുതൽ 28 വർഷം വരെ ജയിലിന്റെ ഇരുളറകളിൽ തങ്ങളുടെ യൗവനം ഹോമിച്ച് തീർത്തതിനു ശേഷമായിരുന്നു അത്. ഇപ്പോഴും നൂറുകണക്കിന് നിരപരാധികൾ ഭീകരതാ വേട്ടയ്ക്കിരയായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജയിലുകളിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങൾ അന്വേഷിക്കുന്ന ഭീകരവിരുദ്ധ സ്ക്വാഡ് മുൻവിധിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പുസ്തകം ചൂണ്ടിക്കാട്ടുന്നു. പാർലമെന്റ് ആക്രമണം, മുംബൈ ഭീകരാക്രമണം എന്നിവ പുസ്തകത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു. ജർമ്മൻ എഴുത്തുകാരനായ ഫ്രാൻസ് കാഫ്കയുടെ രചനാ പരിസരത്തു നിന്നാണ് മനീഷ സെത്തി പുസ്തകത്തിന് കാഫ്കലാൻഡ് എന്ന പേര് നൽകുന്നത്. വിചാരണ എന്ന അദ്ദേഹത്തിന്റെ നോവലിൽ പ്രതിപാദിക്കുന്ന പീഡനമുറകളാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് മനീഷ സെത്തി പറഞ്ഞു വെക്കുന്നു. മനീഷ സെത്തിയുടെ 190 പേജുള്ള കാഫ്കലാൻഡ് എന്ന പേരുള്ള ഈ പുസ്തകം മലയാളത്തിലേക്ക് കാഫ്കനാട് എന്ന പേരിൽ തർജ്ജമ ചെയ്തത് പത്രപ്രവർത്തകനായ RK ബിജു രാജാണ്.